പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ചു അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്നു നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിൽ അടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ കൊണ്ടു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെയ്യുന്ന ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവഭക്തന്മാരുടെ സങ്കടങ്ങളും കഷ്ടങ്ങളും അറിയുന്നവനാണ് ദൈവം. അവൻ അവരുടെ സകല കഷ്ടപ്പാടുകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും അവരെ വിടുവിച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ആയതിനാൽ ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.